ഒരു കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർ തീക്കൊള്ളി കൊണ്ട് ചൊറിയാണ് ചെയ്യുന്നത്. രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും വളരെ ആശങ്കാകുലരാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നാക്ക് കട്ട് ചെയ്താൽ 11 ലക്ഷം രൂപ കൊടുക്കും. മറ്റൊരാൾ പറയുന്നു ഇന്ദിരാഗാന്ധിക്ക് വന്ന അതേ ഗതി രാഹുൽ ഗാന്ധിക്കും വരും. മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ 1 ടെററിസ്റ്റാണെന്ന് പറയും. ഞങ്ങൾ കുറച്ച് ദിവസമായി കാത്തു നിൽക്കുകയായിരുന്നു. ഉത്തരവാദപ്പെട്ട BJP ഗവൺമെൻറ്, പ്രധാനമന്ത്രി ഇതിന് മറുപടി പറയും. അവരോട് ക്ഷമ പറയാൻ ആവശ്യപ്പെടും. കാരണം ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഒരു വ്യക്തിയുടെ നാക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ള ആഹ്വാനം ഉണ്ടാകുമ്പോൾ, അതും ഉത്തരവാദപ്പെട്ടവരിൽ നിന്നുണ്ടാകുമ്പോൾ, അത് കൺട്രോൾ ചെയ്യേണ്ടവർ കൺട്രോൾ ചെയ്യുന്നതാണ് ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചത്. പക്ഷേ കൺട്രോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർ വിചാരിക്കേണ്ട ഞങ്ങളാരും പേടിച്ചോടുന്നവരല്ല. രാഹുൽ ഗാന്ധി പേടിച്ചോടുമായിരുന്നെങ്കിൽ 4000 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു സുരക്ഷയില്ലാതെ യാത്ര ചെയ്യുമോ? കാശ്മീരിൽ പോലും ഞങ്ങൾക്ക് സുരക്ഷ പിൻവലിച്ചിരുന്നു. പ്രധാനമന്ത്രി മോഡിക്ക് കഴിയുമോ 4000 പോയിട്ട് 40 കിലോമീറ്റർ ഇതുപോലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഞങ്ങളാരും പേടിച്ചോടുന്നവരല്ല. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ, പാവപ്പെട്ടവർ ഇഷ്ടപ്പെടുന്ന നാടിൻ്റെ ഗതിയനുസരിച്ച് ആശയങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു നേതാവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്പിറസി, ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് സംശയിക്കുന്നു. കാരണം അതാണ് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മൗനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2 ദുഃഖകരമായ അനുഭവങ്ങളുണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ, രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നവർ ഇത് കേട്ടിട്ട് ഈ ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അതുകൊണ്ട് BJPക്കാർ വിചാരിക്കേണ്ട, രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിക്കുമെന്ന് പറയുന്നവരെ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് കേട്ട് ഭയന്നോടുന്നവരാണ് ഞങ്ങൾ. ഇതുകൊണ്ട് BJP നേതാക്കന്മാരെല്ലാം സ്വൈര്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചാൽ അവർക്കത് തെറ്റിപ്പോയി എന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.